ആബ്സല്യൂട്ട്ലി മൈൻഡ് ബ്ലോയിങ് എന്ന് പറയാം. നമ്മുടെ ഫുൾ റേഞ്ച് താഴെയും ഉണ്ടോ, മിഡ് റേഞ്ച് അത്യാവശ്യം നമ്മുടെ ഹെഡ് ലെവലിൽ നിന്ന് ടിൽറ്റ് ചെയ്ത് താഴേക്ക് വെച്ചേക്കണത് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ഇന്ന് എൻ്റെ സ്പീക്കർ, അതായത് 12 ഇഞ്ചിൻ്റെ 8 ohms വരുന്ന 100 wattsൻ്റെ സ്പീക്കർ, അതായത് ഫുൾ റേഞ്ച് സ്പീക്കർ, ഞാൻ എൻ്റെ കുഞ്ഞൻ ആംപ്ലിഫയർ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അറിയാൻ ഇത് ചെയ്യാൻ കാരണം വേറെ ഒന്നുമില്ല, എൻ്റെ ഇപ്പോൾ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്പീക്കർ അടിച്ചുപോയി. ഇന്നലെ സന്ധ്യക്ക് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, സാധനം അടിച്ചുപോയി. അത് ചെറിയ വാട്ട്സ് ഇതേ കണ്ടോ, ഇരിക്കും. ഇവൻ ഇന്നലെ കത്തിപ്പോയെന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് അതിൻ്റെ കരകര സൗണ്ട് ആയിട്ടുണ്ട്. അതിൻ്റെ കോയിൽ ആഫ്റ്റർ അത്യാവശ്യം നല്ല രീതിയിൽ ബേണായി സെറ്റായിട്ടിരിക്കുകയാണ്. ഈ വീഡിയോ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്നെ ഞെട്ടിച്ച ഈ കുഞ്ഞൻ ആംപ്ലിഫയർ 100 വാട്ട്സിൻ്റെ കേട്ടോ, 24 volt വരെ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന 100 വാട്ട്സിൻ്റെ ഒരു വീഡിയോ ആണ്. ശരിക്കും ആബ്സല്യൂട്ട്ലി മൈൻഡ് ബ്ലോയിങ് എന്ന് പറയാം. എത്ര പേര് ഇങ്ങനെ 12 ഇഞ്ചിൻ്റെ ഈ ഫുൾ റേഞ്ച് സ്പീക്കറിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും അറിയാൻ പാടില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ വൂഫർ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ശരിക്കും സൗണ്ട് പ്രാന്തന്മാർക്ക് പറ്റിയൊരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഇതേപോലെ 12 ഇഞ്ചിൻ്റെ വൂഫർ സ്പീക്കർ എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ അത് ധൈര്യമായിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വെച്ച് ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. നല്ല രീതിയിൽ ഈ സാധനം കണ്ടോ, ചെറുത് ഈ കൊച്ചുണ്ടാപ്പറി ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു മടിയും വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് കൊടുത്തോ. 8 ohms 100 watts 12 ഇഞ്ച് സ്പീക്കർ വൂഫർ എന്താണെങ്കിലും ഫുൾ റേഞ്ചാണ്. ഞാനതിപ്പോൾ കൺവേർട്ട് ചെയ്ത് വൂഫറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവനാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ റൂം സൈസിനനുസരിച്ച് അതിൻ്റെ ബോക്സ് ഡയമെൻഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ബസ്സിലേക്ക് വെക്കണ പോലെ. അല്ലാതെ വലിയ വോളിയം ഉള്ളൊരു വൂഫർ ബോക്സ് അല്ല അത്. ശരിക്കും അതിൻ്റെ ഒരു പോരായ്മയുണ്ട്, പക്ഷേ എന്നാലും അതിൻ്റെ അകത്ത് പെട്ടക്കണേ ഒരു രക്ഷയില്ല, അന്യായ വർക്കിംഗ് കണ്ട. ഞാൻ കാണിച്ചു തരാം, കണ്ടുപോകുക. ഇതാണ് എൻ്റെ 12 ഇഞ്ചിൻ്റെ 8 ohms 100 wattsൻ്റെ ഫുൾ റേഞ്ച് വൂഫർ, അതായത് ഫുൾ റേഞ്ച് സ്പീക്കറായിരുന്നു ഞാൻ വാങ്ങുമ്പോൾ. അത് എന്നിട്ട് മാറ്റി അതിൻ്റെ സറൗണ്ടിങ് മാറ്റി എൻ്റെ പേപ്പറൊക്കെ മാറ്റി ഇപ്പോൾ വൂഫറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന അത്യാവശ്യം നല്ല പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവനും വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഇതും കണക്ട് ചെയ്തിട്ടുണ്ട് ഈ 2 ആംപ്ലിഫയറിൽ. സബിൻ്റെ ആമ്പ് ഇവൻ, മോണോബോർഡ്, ഇത് സ്റ്റീരിയോ 100 കേട്ടോ. അപ്പോൾ ഈ പവർ സപ്ലൈയിലാണ് വർക്ക് ചെയ്യണത്. നിങ്ങൾ കണ്ടു നോക്ക്, ഞെട്ടരുത് കേട്ടോ. ഞാൻ മ്യൂട്ട് ചെയ്തേ പ്ലേ ചെയ്യുള്ളൂ, നിങ്ങൾ കണ്ടുപോകണേ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വൂഫർ താഴെ, അതായത് നമ്മുടെ ഫുൾ റേഞ്ച് താഴെയും ഉണ്ടോ, മിഡ് റേഞ്ച് അത്യാവശ്യം നമ്മുടെ ഹെഡ് ലെവലിൽ നിന്ന് ടിൽറ്റ് ചെയ്ത് താഴേക്ക് വെച്ചേക്കണത്. അങ്ങനെ ഒരു മിഡ് റേഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ തന്നെ അതിൻ്റെ ട്യൂട്ടർ നമുക്ക് കോർണറിലായിട്ട് വരുന്നുണ്ട്, കാണാൻ പറ്റും, കണ്ടില്ലേ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചേക്കണമെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് കുറേ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടാണ് ഈ ഒരു പോസ്റ്ററിൽ വെച്ചേക്കണം. കാരണം ഞങ്ങളിവിടെ സിനിമ കാണാനിരിക്കുന്നത് ചിലപ്പോൾ തറയിലിരുന്നിട്ടാണ് ഇവിടുന്ന് കാണുന്നത്. സോ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. അത് എനിക്കൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു 12 ഇഞ്ചൊന്നും ഈ റൂമിന് ആവശ്യമില്ല. ഇതൊക്കെ ഞാൻ പുറത്തും കൂടി വെച്ച് അടിച്ച് പൊളിക്കാൻ വേണ്ടി പറ്റിയ രീതിയിലാണ് ഞാൻ ഈ സെറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ക്രിസ്മസ് വരുമ്പോൾ, ന്യൂ ഇയർ വരുമ്പോഴും ഇതെല്ലാം പുറത്തെടുത്ത് വെച്ച് തകർക്കാൻ വേണ്ടിയിട്ട്. പോരാത്തതിന് ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഹോം തിയേറ്റർ കണക്ട് ചെയ്തിട്ട് ഹോം തിയേറ്ററിൻ്റെ അകത്ത് ഔട്ടെടുത്ത് അതിൻ്റെ അകത്ത് ക്രോസ് ഓവർ കൊടുത്ത് 3 വേ ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് ഞാൻ കൊടുത്തുള്ളത്. അങ്ങനെ വരുമ്പോൾ അത്യാവശ്യം നല്ല പക്കാ ക്വാളിറ്റി ആയിരിക്കും. ആ ഒരു ഡ്രൈവറിന് തന്നെ കൂടുതൽ ലോഡ് കൊടുക്കാണ്ട് സൗണ്ട് ക്വാളിറ്റി കൂടി കിട്ടും. നിങ്ങളും അങ്ങനെ വീട്ടിൽ ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ ഒരു ക്രോസ് ഓവർ കിട്ടണം ചെയ്ത് നോക്ക്. ട്യൂട്ടർ സെപ്പറേറ്റ്, മിഡ് റേഞ്ച് സെപ്പറേറ്റ്, വൂഫർ സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് നോക്ക്. പേട്ടായിരിക്കും കേട്ടോ. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഞാനിപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത് ആ സ്പീക്കറിൻ്റെ അകത്ത് ആ വയറെടുത്ത് ഡയറക്റ്റ് ചെയ്തേ ഈ കുഞ്ഞൻ ബോർഡിലാണ് കൊടുത്തേക്കണം. നല്ല വയർ പോയിട്ടുണ്ട്, നേരെ അങ്ങോട്ട് പോയേക്കണേ. ഒരു ഫേക്ക് പരിപാടി ഇല്ല അതിൻ്റെ അത്, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുക, എക്സ്പീരിയൻസ്. ഞാൻ വിചാരിച്ചത് ഇത് ഓവറായിട്ട് ഹീറ്റ് ആവുന്നത് കണ്ടോ, ഒരു കുഴപ്പമില്ല, പക്കയായിട്ടിരിപ്പുണ്ട് ഇപ്പോഴും, നോർമൽ ഹീറ്റിങ്. ഇനിയിപ്പോൾ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ SMPC ചെറിയൊരു ലോഡ് വലിയ കുറവുണ്ട്. ഇപ്പോൾ 19 volt വന്നുള്ളൂ. 24 ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തിരിച്ചുകൊണ്ട് മാറ്റി മേടിക്കണം എറണാകുളത്ത് കൊണ്ടിട്ട്. ഇതിപ്പോൾ റൂമൊക്കെ മൊത്തം മിസ്സായി കിടക്കുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ സെറ്റപ്പ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ ഇട്ടുതരാം. ഇത് ഓരോ സബും ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുള്ളത്, അത് JBL, ഇത് നാടൻ സാധനം. ഇതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ താമസിയാതെ ഇതൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് കാണുക. ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ. വലിയ അറിവോ കാര്യങ്ങളൊന്നും വേണ്ട. സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ പെയിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇനി വരുന്നേ ഉള്ളൂ. അതൊക്കെ താമസിയാതെ ഞാൻ ചെയ്തുതരാം. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളുണ്ടാവും. ഇപ്പോൾ ഇന്ന് കുറച്ച് വർക്കുള്ളതുകൊണ്ടിട്ട് ഇത് നടക്കില്ല. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ പാക്കപ്പ് ചെയ്തിട്ട് ഞാൻ പോകണം.
അപ്പോൾ സംഭവം ഇതാണ്. ഇതെന്നെ ശരിക്കും ഇന്ന് ഞെട്ടിച്ചൊരു വീഡിയോ. എൻ്റെ ആ ഗ്ലാസ് പൊട്ടിയത് കണ്ടപ്പോൾ ഞാൻ നോക്കിയത് ആ വൂഫറിൻ്റെ പെർഫോമൻസ് അത്രത്തോളം ഉണ്ട്. ഇതിൻ്റെ അകത്ത് മെയിൻ എടുത്ത് പറയാനുള്ളത്, ഞാൻ ഇതിൻ്റെ ഈ ഗെയിൻ നോബ് കണ്ടോ തൊട്ടിട്ടില്ല, തുറന്നിട്ടും കൂടി ഇല്ല, തുറക്കാണ്ടാണ് ഈ പെർഫോമൻസ് വന്നേക്കുന്നത്. കണ്ടോ ഈ സാധനം. സാധാരണ ഇതൊക്കെ തുറന്നാൽ മാത്രമാണ് അത്യാവശ്യം നല്ല ലെവലിലുള്ള പെർഫോമൻസ് കാണിക്കാറ്. പക്ഷേ ഇത് ഞാൻ തൊട്ടിട്ടില്ല. തൊട്ട് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഉണ്ടോ തുറന്നു കഴിഞ്ഞാൽ കിടന്ന് കരയും. ഉണ്ടോ ചെറിയൊരു രീതിയിൽ തുറന്നിട്ടുള്ളത്, ഓപ്പണിംഗ് ആയിട്ടില്ല. കണ്ടോ ഈ ഇത്രയും തുറന്നപ്പോൾ തന്നെ ഉള്ള സൗണ്ടാണ് നിങ്ങളിപ്പോൾ ഇത്രയും നേരം കേട്ടത്. ഓക്കെ കേൾപ്പിച്ചു തരാം. കണ്ടോ കണ്ടില്ലേ, ഇതാണ് എൻ്റെ പെർഫോമൻസ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശരിക്കും എക്സൈറ്റഡ് ആകുമ്പോൾ ഒന്ന് കാണാം. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ അതല്ലേ, നമ്മുടെ ഓരോരോ എക്സ്പെരിമെൻറ്റും ഇങ്ങനെ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ പറയാം, ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ബൈ, ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ. ബൈ. ഇനി നമുക്ക് സബ് ഓഫ് ചെയ്തിട്ട് സബില്ലാതെ വൂഫർ മാത്രം ഒന്ന് കണക്ട് ചെയ്ത് കേട്ടോ.